എന്താടാ ഷിൻചനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല? എന്താടാ മഴയെന്നാ? ശരിയാണല്ലോടാ ഷിൻചനെ, അതേ പുറത്തൊക്കെ ഭയങ്കര മഴയാണ്, ഇതാ ഇടിയൊക്കെ മിന്നുന്നുണ്ട്. ചുമ്മയല്ല, ഞാൻ കിടന്നിട്ടാണെങ്കിൽ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഈ ഒരു മഴ കാരണം ആ ഒരു തണുപ്പത്ത് നമ്മൾ സുഖിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി, എണീക്കാനും പാടായിരിക്കും. ഓക്കെ, കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസിൽ മഴ പെയ്യുന്നത്. കാരണം ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് കുറേ കാലം നമുക്ക് മഴയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, നല്ല രസമുണ്ട്. മഴയത്ത് കളിക്കാൻ പോയിക്കോട്ടെ ഫ്രാങ്കിൻബായ്. എന്താടാ ഈ ഒരു മഴയത്ത് കളിക്കാൻ പോയിക്കോട്ടെ എന്നാ? ഇല്ലടാ ഷിൻചനെ, നടക്കത്തില്ല, നീ കളിക്കൊന്നും പോണ്ട. ഈ ഒരു മഴയത്ത് നീ കളിക്കാൻ പോയിട്ട് നിനക്ക് വല്ലതും പനി വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നടക്കണം. ഇല്ലടാ ഷിൻചനെ, പറ്റത്തില്ല. പ്ലീസ് ഫ്രാങ്കിൻബായ്, ഞാൻ ഒന്ന് കളിക്കാൻ പോയിക്കോട്ടെ ഫ്രാങ്കിൻബായ് പ്ലീസ്. ഓ, ഇത് വല്ലാത്ത തൊല്ലയായല്ലോ. എന്നാൽ പിന്നെ നീ പോകുന്നെങ്കിൽ പോ, പക്ഷെ പനി വല്ലതും നിനക്ക് പിടിച്ച. ഇല്ല ഫ്രാങ്കിൻബായ്, ഞാൻ അപ്പാടൊരു ഒരു 20 സെക്കൻഡ് മാത്രമേ ഞാൻ നിൽക്കൂ. 1 മിനിറ്റ് പോലും ഞാൻ മഴയത്ത് ഇറങ്ങി കളിക്കത്തില്ല. പോയിട്ട് വേഗം വരാം. എന്താടാ? എന്നാൽ പിന്നെ നീ പോയിട്ട് വാ, അത്രയും നേരം ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. പെട്ടെന്ന് വരണം, പനിയൊന്നും പിടിക്കില്ല. ഇല്ല ഫ്രാങ്കിൻബായ്, ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. ഫ്രാങ്കിൻബായ്, മഴയത്ത് കളിക്കാൻ വിട്ടേ. തണുപ്പ്, ഞാൻ ഇന്ന് പോയി മഴയത്ത് കളിച്ച് പൊളിക്കും. ഹായ് ഹായ്, എന്ത് മഴ! നല്ല രസമുണ്ട് ഈ മഴയത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ. എന്താടാ ഒരു ഇടിയല്ലേ മിന്നി? എന്താടാ ഷിൻചന്റെ ഒച്ചല്ലേ കേൾക്കുന്നത്? ഇനി അവനവിടെ വല്ലതും തെന്നിയടിച്ച് വീണോ? ഞാനാണെങ്കിൽ ഈ ഒരു ഇടിമിന്നൽ കേട്ടിട്ട് ഞാൻ ഞെട്ടി തറയിലോട്ട് വീഴുകയും ചെയ്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞ് അവൻ്റെ അടുത്ത് മഴയത്തൊന്നും ഇറങ്ങി കളിക്കേണ്ടെന്ന്. അവിടെ വല്ലതും വീണ് കാണും. ഓക്കെ, എടാ ഇതെന്താടാ, ഇത് എത്ര ഷിൻചാനാടാ ഇത്? 100 കണക്കിന് ഷിൻചാൻ. എടാ ഇതിനകത്ത് ഏത് ശരിക്കുള്ള ഷിൻചാൻ? എന്താടാ ഇവരുടെ അടുത്ത് ഞാൻ ആരാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും ഞാനാണ് ശരിക്കുള്ള ഷിൻചാൻ എന്നാണല്ലോ പറയുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇതിനകത്ത് ഏതാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന്? ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷേ എന്നാലും നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഏതാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന് കണ്ടുപിടിക്കും? ഓക്കെ, ഒരു വഴിയുണ്ട്. നമുക്കൊരു പണി ചെയ്യാം. നമ്മുടെ ആ ഒരു സയൻറ്റിസ്റ്റ് സുരേഷിൻ്റെ വീട്ടിൽ പോയി നോക്കാം. അവൻ ഇതിലെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാതിരിക്കത്തില്ല. ഓക്കെ, നമുക്ക് ആ ഒരു സുരേഷ് സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. എന്തോരം ഷിൻചാനാടാ ഇത്, 100 കണക്കിന് ഷിൻചാൻ. എൻ്റെ മോനെ, ഇതിനകത്ത് ഏതാണോ ശരിക്കുള്ള ഷിൻചാൻ? ഓക്കെ, ഏതാണെങ്കിലും ആ ഒരു ശരിക്കുള്ള ഷിൻചാനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഷിൻചാന്മാരൊക്കെ നമ്മുടെ കൂടെ വരുവാണല്ലോ. കാറിൻ്റെ ഫ്രണ്ടിയൊക്കെ ഒരു ഷിൻചാൻ. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്കെന്തായാലും സുരേഷിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഷിൻചാന്മാരൊക്കെ ദേ അവിടെ നിന്ന് എന്തുവാടാ ഇത്, സ്കൂൾ ടൂറാ? ഇതേ ലൈനിൽ നിന്ന് വരുന്ന കണ്ട ഷിൻചാന്മാർ. എൻ്റെ മോനെ, നമുക്കെന്തായാലും വേഗം തന്നെ നമ്മുടെ ആ ഒരു സുരേഷിൻ്റെ വീട്ടിലോട്ട് പോവാം. അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തന്നാൽ മതിയായിരുന്നു. ഇതിനകത്ത് എങ്ങനെയെങ്കിലും ആ ഒരു ശരിക്കുള്ള ഷിൻചാനെ കണ്ടുപിടിക്കണം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റും ഫുൾ സപ്പോർട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും വേഗം തന്നെ ആ ഒരു സുരേഷിൻ്റെ വീട്ടിലോട്ട് പോവാം. അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഈ ഒരു സുരേഷിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവനൊരു സയൻറ്റിസ്റ്റാണ്, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. എടാ ഫ്രാങ്ക്ലിൻ, എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ ഒരു വരവ്? എന്താണ് ഫ്രാങ്ക്ലിൻ, എത്ര നാളായി കണ്ടിട്ട്? എടാ സുരേഷ്, അത് പിന്നെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണ് ഫ്രാങ്ക്ലിൻ? എടാ സുരേഷ്, അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ എൻ്റെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ മഴയത്ത് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ച്. പിന്നെ ഞാൻ അവനെ പോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഇടി മിന്നുന്ന ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ ഫ്രാങ്കിൻബായ് എന്ന് വിളിയും കേട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ 100 കണക്കിന് ഷിൻചാൻ. എന്നിട്ട് ഞാൻ ഷിൻചാന്മാരുടെ അടുത്ത് ചോദിച്ചു ഇതിലേതാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന്. അപ്പോൾ എല്ലാ ഷിൻചാന്മാരും കൂടെ ഞാനാണ് ശരിക്കുള്ള ഷിൻചാൻ, ഞാനാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ആ ഒരു ശരിക്കുള്ള ഷിൻചാനെ കണ്ടുപിടിക്കുക എന്നറിയാനാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. നീ എങ്ങനെയെങ്കിലും ഏതാണ് ശരിക്കുള്ള ഷിൻചാൻ എന്ന് കണ്ടുപിടിക്കുമോ? നീ സയൻറ്റിസ്റ്റൊക്കെ അല്ലേ? എടാ ഫ്രാങ്ക്ലിനെ, ഓക്കെ ഓക്കെ, നിൻ്റെ വീട്ടിലെ ഷിൻചാൻ എന്ന് പറയാൻ ചെറുക്കൻ നിൻ്റെ അനിയൻ രാവിലെ മഴയത്ത് കളിക്കാൻ പോയല്ലേ? ഓക്കെ, എടാ ഫ്രാങ്ക്ലിനെ, നീ ഒന്ന് അകത്ത് കയറിയിരുന്നോ, ഞാനേ ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ആലോചിക്കട്ടെ. എന്നാൽ പിന്നെ നീ വേഗം എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. എടാ
എടാ ഫ്രാങ്ക്ലിനെ എടാ സുരേഷേ, നിനക്ക് വല്ലതും ആലോചിച്ചിട്ട് വല്ലതും കിട്ടിയോ? എടാ ഫ്രാങ്ക്ലിനെ അത് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മഴ പെയ്തപ്പോൾ നിൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കൻ പുറത്ത് കളിക്കാൻ പോയില്ലേ? പോയപ്പോഴത്തേക്കും ഒരു ഇടി മിന്നൽ വന്നപ്പോഴത്തേക്കും ആ ഒരു ഇടി മിന്നൽ നിൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കൻ്റെ മേത്തോട്ട് വന്ന് അപ്പോൾ തന്നെ നിൻ്റെ അനിയൻ ആ ഷിൻചാൻ ചെറുക്കൻ 100 ഷിൻചാന്മാരായി മാറി. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുമോ ഇതിനകത്ത് ഏതാണ് ശരിക്കുമുള്ള ഷിൻചാന്ന്? എടാ അതിനൊക്കെ ഒരു വഴിയുണ്ട്. നീ ഇപ്പോൾ തൽക്കാലം വീട്ടിലോട്ട് ചെന്നോ. ഞാനേ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിനക്ക് അപ്പം തന്നെ ലൊക്കേഷൻ അയച്ചു തരാം. അങ്ങോട്ട് നീ വന്നാൽ മതി. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അവിടെ ആ ഒരു ശരിക്കുള്ള ഷിൻചാനെ കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രാങ്ക്ലിനെ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോയിക്കോ, ഞാൻ ലൊക്കേഷൻ അയച്ച് തരാം. ഞാൻ ലൊക്കേഷൻ അയച്ച് തരുമ്പോൾ നിൻ്റെ വീട്ടിലുള്ള ആ 100 കണക്കിന് ഷിൻചാന്മാരെ എല്ലാവരെയും നീ ആ ലൊക്കേഷൻ അയച്ച സ്ഥലത്തോട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ അവിടെ. നീ ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോയിക്കോ ഫ്രാങ്ക്ലിനെ. ഓക്കേടാ സുരേഷേ, ഓക്കെ. ഓക്കെ ഗീസ്, നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ആ ഒരു സുരേഷ് പറഞ്ഞ കേട്ടില്ലേ, അതായത് അവൻ എന്തോ കാര്യമൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെന്ന്. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു ലൊക്കേഷൻ അയച്ചു തരുന്നു. എവിടെയോ എന്തോ ആണ് അവൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവൻ സെറ്റ് ചെയ്ത സ്ഥലത്തിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു തരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു 100 കണക്കിന് ഷിൻചാന്മാരെ അവൻ അഴിച്ച ആ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാനാണ് അവൻ പറയുന്നത്. നമുക്കെന്തായാലും വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഷിൻചാന്മാരായിരുന്നു. ഞാൻ അവരെല്ലാം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഒരു റൂമിൽ കയറ്റിയിട്ട് ഞാൻ പൂട്ടിയിട്ടിരിക്കുവാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയും ഷിൻചാന്മാരല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മുടെ ആ ഒരു സുരേഷ് ലൊക്കേഷൻ അടിച്ച് തരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ ലൊക്കേഷൻ അടിച്ച് തരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ 100 കണക്കിന് ഷിൻചാന്മാരെയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അവനവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്, എന്താണോ ആവോ. ഗീസ്, നമ്മുടെ ആ ഒരു സുരേഷ് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ 100 കണക്കിന് ഈ ഷിൻചാന്മാരെ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ ലൊക്കേഷൻ കഴിച്ചു തന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു 100 കണക്കിന് ഷിൻചാന്മാരെ എല്ലാവരെയും നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ എങ്ങനെ സുരേഷ് കഴിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും? ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്. അത് നമുക്കൊരു പണി, നമ്മുടെ ഒരു കാർ എടുത്തിട്ട് നമുക്ക് അവനഴിച്ച ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ചിലപ്പോൾ ഈ ഷിൻചാന്മാരെല്ലാവരും നമ്മുടെ കാറിൻ്റെ പുറകിൽ വരും. നമുക്ക് കാറെടുത്ത് പയ്യെ പോയാൽ മതി. പയ്യെ പോകുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ പുറകിൽ വരും. ഓക്കെ. ഗീസ്, എന്താണ് ഗീസ് ഇത്? ഈ ഷിൻചാന്മാരെല്ലാവരും വീണ്ടും എല്ലാവരും കൂടെ ഞാനാ ഷിൻചാൻ എന്ന് പറയുമോ? അതാ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഷിൻചാൻ. ഓക്കെ, അവർ നമ്മുടെ കാറിൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പയ്യെ കാർ ഓടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ പുറകിൽ പയ്യെ വരും. ഓക്കെ, ഇതേ എന്തോരം ഷിൻചാന്മാരാടാ ഇത്. എല്ലാവരും നമ്മുടെ കാറിൻ്റെ പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു സുരേഷ് അയച്ചെന്ന ലൊക്കേഷനിലേക്ക് പോവാം. ഇവരെല്ലാവരും നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഈ എല്ലാ ഷിൻചാന്മാരെയും നമുക്ക് ആ ഒരു സുരേഷ് അഴിച്ച ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഫൈനലി ഗീസ്, നമ്മുടെ സുരേഷ് അഴിച്ചു തന്നിരിക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. എന്തോരം ഷിൻചാന്മാരാടാ നമ്മുടെ കാറിന് ചുറ്റും നിൽക്കുന്നത്. ഓക്കെ, അവിടെയായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ സുരേഷ് സെറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു സംഭവം. ഓക്കെ, ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ സുരേഷ് അല്ലേ നിൽക്കുന്നത്? ഓക്കെ, എടാ സുരേഷ്, നീ പറഞ്ഞ പോലെ അതാ എൻ്റെ വീട്ടിലുള്ളതായി 100 കണക്കിന് ഷിൻചാന്മാരെ ഞാൻ നീ അഴിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എടാ ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിൻ്റെ പ്ലാൻ എന്താ? എടാ ഫ്രാങ്ക്ലിനെ, പിന്നെ ഈ കാണുന്നത് ആ 3 മതിൽ കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഈ എല്ലാ ഷിൻചാന്മാരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അതിനുശേഷം ഒരു മതിൽ വെച്ച് അടയ്ക്കും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക തരം പുക ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറയ്ക്കും. അപ്പോഴത്തേക്കും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഷിൻചാന്മാർക്കൊന്നും ആ പുക താങ്ങാൻ കഴിയില്ല, അവരൊക്കെ മരിച്ചു വീഴും. എന്നാൽ ശരിക്കുമുള്ള ഒറിജിനൽ ഷിൻചാന് ഇത് താങ്ങാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒറിജിനൽ ഷിൻചാനെ കണ്ടുപിടിക്കാൻ സാധിക്കും. നീ എല്ലാ ഷിൻചാന്മാരെയും എൻ്റെ ഉള്ളിലേക്ക് കയറ്റ്. ഓക്കെ, ഞാൻ എല്ലാ ഷിൻചാന്മാരെയും എൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ ഗീസ്, നമ്മളാണെങ്കിൽ ഇതാ ഈ ആ ഒരു 100 കണക്കിന് ഷിൻചാന്മാരെ അതാ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സുരേഷ് ഇവിടെ ഒരു മതിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എടാ സുരേഷ്, ഒറിജിനൽ ഷിൻചാനെ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്? എടാ ഫ്രാങ്ക്ലിനെ, അത് ഒറിജിനൽ ഷിൻചാൻ തന്നെ ആയിരിക്കും. നീ ഒരിക്കലും പേടിക്കണ്ട. നിനക്കെന്നെ വിശ്വാസമില്ലേ?
അല്ലടാ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും ഷിൻചാന്മാരെ എൻ്റെ ഉള്ളിലേക്ക് നിന്നെ വിശ്വസിച്ച് കയറ്റിയത്. ഓക്കെ. ഓക്കെ എടാ ഫ്രാങ്ക്ലിനെ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുക വന്നുകൊണ്ടിരിക്കുവാണ്. കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ നമുക്കിത് തുറക്കാം. A few moments later. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ എന്തായാലും ഇത് തുറക്കാൻ പോവാ. എന്നാൽ പിന്നെ എടാ സുരേഷ്, നീ എന്നാൽ പിന്നെ വേഗം തന്നെ തുറക്ക്. ഓക്കേടാ, നീ പേടിക്കുന്നത് വേണ്ട. നീ ഒറിജിനൽ ഷിൻചാനെ തന്നെ നിനക്ക് കിട്ടും. ഞാൻ എന്തായാലും ഇത് തുറക്കാം. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, ഞാൻ എന്താ റിമോട്ട് കൊണ്ട് ഇത് തുറന്നിട്ടുണ്ട്. നിന്റെ പുറകിലിതാ ഒറിജിനൽ ഷിൻചാൻ. എന്താടാ എൻ്റെ പുറകിൽ ഷിൻചാൻ എവിടെ? ഫൈനലി എനിക്ക് ആ ഒരു ഒറിജിനൽ ഷിൻചാനെ കിട്ടി. ഓക്കേടാ ഷിൻചാനെ, നിനക്ക് ആ ഇടിമിന്നലേറ്റ് പോലാൻ പറ്റിയോ? ഇല്ല ഫ്രാങ്ക്, എനിക്ക് ഇടിമിന്നലേറ്റപ്പോൾ തന്നെ എൻ്റെ ചുറ്റും എന്നെ പോലത്തെ കുറേ ഷിൻചാന്മാർ. ഓക്കെ ഓക്കെ, അപ്പം നീ തന്നെയല്ലേ ഒറിജിനൽ ഷിൻചാൻ? വിശ്വാസമില്ല, ഞാൻ തന്നെ ഒറിജിനൽ ഷിൻചാൻ. ഓക്കേടാ ഷിൻചാനെ, ഓക്കെ. എടാ സുരേഷ്, താങ്ക്സ്, നീ ഒറിജിനൽ ഷിൻചാനെ കണ്ടുപിടിച്ച് വന്നല്ലോ. ആടാ ഫ്രാങ്ക്ലിനെ, ഓക്കെ, വെൽക്കം. ഓക്കെ ഓക്കെ സുരേഷ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു ഒറിജിനൽ ഷിൻചാനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ സുരേഷ് കാരണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.